മുന്നണിക്കും എങ്ങനെയായിരിക്കും? LDFന് എത്രയായിരിക്കും വോട്ട് ഷെയർ, UDFന് എത്രയായിരിക്കും വോട്ട് ഷെയർ, NDAക്ക് എത്രയായിരിക്കും വോട്ട് ഷെയർ? അതെങ്ങനെയായിരിക്കും സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്? അതായത് മുഖ്യമന്ത്രിക്ക് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ലഭിച്ച പിന്തുണ അതേപോലെ തന്നെ LDFന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കണം. അത് നമ്മുടെ സർവേ ഫലങ്ങളിലും വ്യത്യസ്തമായിരുന്നു, അത് വളരെ കൃത്യമായിരുന്നു. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്നു. അദ്ദേഹം കേരളത്തിൽ നമ്പർ 1 ആയി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വോട്ടർമാർ പ്രിഫർ ചെയ്ത ഒരാളായി മാറും. ഷെയർ പുറത്തുവിടുകയാണ്. ഓരോ മുന്നണിക്കും കിട്ടുന്ന സീറ്റ് ഷെയർ എന്ന് പറയുമ്പോൾ വോട്ട് ഷെയർ അല്ല, സീറ്റ് ഷെയർ എന്നുള്ളതാണ്. അതായത് എത്ര സീറ്റുകൾ LDFന്? 58 മുതൽ 68 സീറ്റ് വരെയാണ് വോട്ട് വൈബ് നടത്തിയ എക്സിറ്റ് പോളിൽ കേരളത്തിൽ LDFന് കിട്ടാൻ പോകുന്നത്. 58 മുതൽ 68 സീറ്റ് വരെ. UDFനാകട്ടെ 70 മുതൽ 80 സീറ്റ് വരെ. അതായത് സർവേയിൽ പ്രതിഫലിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകളാണ് UDFന്. 70 മുതൽ 80 സീറ്റുകൾ വരെ. NDAക്ക് 0 മുതൽ 4 സീറ്റ് വരെ. അതായത് കേരളം നമ്മുടെ എക്സിറ്റ് പോൾ ഫലമനുസരിച്ച് UDF ഭരിക്കും. 70 മുതൽ 80 സീറ്റുകൾ വരെ നേടി കേരളം UDF ഭരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്. നേരത്തെ സർവേ ഫലങ്ങളിലൊക്കെ നേരിയ എഡ്ജ് മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒന്ന് കടന്നുകയറി 80 സീറ്റുകളിലേക്ക് പോലും ഒരുപക്ഷെ UDF എത്തിയേക്കാം എന്നുള്ള കൃത്യമായ തരത്തിലുള്ള കണക്കുകളാണ് ഇപ്പോൾ എക്സിറ്റ് പോളുകൾ നൽകുന്നത്. കാര്യം LDFന്റെ സീറ്റ് 58 ആയിട്ട് കുറയാം, പക്ഷേ പരമാവധി 68 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. UDFന്റെ 70 സീറ്റ് ആയിട്ട് കുറയാം, പക്ഷേ 80 സീറ്റുകൾ വരെ കിട്ടാം. അതായത് കേവല ഭൂരിപക്ഷത്തിന് ചിലപ്പോൾ ഒരു സീറ്റിന്റെ കുറവ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. 80 സീറ്റ് വരെ UDFന് കിട്ടാനും സാധ്യതയുണ്ട്. BJPക്ക് ആകട്ടെ 0 മുതൽ 4 സീറ്റ് കിട്ടാതെ ഇരിക്കാം, അല്ലെങ്കിൽ 4 സീറ്റ് വരെ കിട്ടാം. അതാണ് കൃത്യമായി ഈ സർവേ ഫലം, ഈ എക്സിറ്റ് പോൾ ഫലം വ്യക്തമാക്കുന്നത്. അതായത് സിംഗിൾ ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ വോട്ട് വൈബിന്റെ എക്സിറ്റ് പോൾ അനുസരിച്ച് LDFന് 63 സീറ്റ് എന്ന് പറയാമല്ലോ, UDFന് 75 സീറ്റ്. അതായത് 63 സീറ്റുകൾ LDFന്, 75 സീറ്റുകൾ UDFന്, NDAക്ക് 2 സീറ്റുകൾ. NDAക്ക് 2, LDFന് 63, UDFന് 75 എന്ന നിലയിൽ UDF കേരളം ഭരിക്കും എന്ന് വേണം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന എന്നുള്ളതാണ്. UDFന്റെ ഭാഗത്ത് നിന്ന് ഒരു മുന്നേറ്റമുണ്ട്. സർവേ ഫലങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഒരു കാര്യമായ മുന്നേറ്റം UDFന് സംഭവിച്ചു. മാജിക് ഫിഗറായ 71ലേക്ക് എത്തുവാൻ UDFന് കഴിയും, പക്ഷേ LDFന് കഴിയില്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലം സൂചിപ്പിക്കുന്നത്. പക്ഷെ അവിടെ +or-3 അങ്ങനെ ഒരു എറർ മാർജിൻ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ 0 മുതൽ 4 സീറ്റുകൾ വരെ NDAക്ക് കിട്ടുമ്പോൾ അവിടെ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ UDFന് കിട്ടാൻ പോകുന്ന വോട്ട് ഷെയർ എന്ന് പറയുന്നത് 42.6% അല്ലെ? UDFന്റെ വോട്ട് ഷെയർ 42.6, LDFന് 39.5% എന്നുള്ളതാണ്. NDAക്ക് BJP നയിക്കുന്ന NDAക്ക് 14.3% എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് 3.6%. അതായത് 3% വ്യത്യാസം LDFും UDFും തമ്മിൽ വോട്ട് ഷെയറിൽ സംഭവിച്ചിരിക്കുന്നു. ഏതാണ്ട് 3% വ്യത്യാസമുണ്ട്. 39.5, 42.6 എന്ന് പറയുമ്പോൾ 3% ഒക്കെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് നല്ല അത്യാവശ്യം നല്ല സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 75 എന്നുള്ളതാണ് UDFന് വരുന്നത്. 63 എന്നുള്ളതാണ് LDFന് വരുന്നത്. UDFന് കംഫർട്ടബിൾ പൊസിഷൻ എന്നുള്ളതാണ്. LDFന് 63, UDFന് 75, NDAക്ക് 2 സീറ്റ് എന്നുള്ളതാണ് വോട്ട് വൈബിന്റെ ഈ എക്സിറ്റ് പോളിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. 14.3% വോട്ടുകൾ നേടുന്ന BJPക്ക് 0 മുതൽ 4 സീറ്റ് വരെ കിട്ടാം. നേരത്തെ BJPക്ക് ഇത്രയും വോട്ട് ഷെയർ കിട്ടിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്കറിയാം BJPക്ക് സീറ്റുകളിലേക്ക് അത് എത്തിച്ചിരുന്നില്ല. പക്ഷേ ഇത്തവണ വേണമെങ്കിൽ അത് 0 മുതൽ 4 വരെ സീറ്റിലേക്ക് എത്തിക്കാം. അതേഴ്സ് എന്ന കാറ്റഗറിയിൽ 3.6% വോട്ടുകൾ ലഭിക്കുന്ന ഒരു വിഭാഗം കൂടി അതേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊരു കാര്യം, ബോട്ടം ലൈനായിട്ട് പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കില്ല, വാൽകഷ്ണമായിട്ട് പറയാവുന്ന ചില കാര്യങ്ങൾ ഇതിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ പിണറായി വിജയന് പേഴ്സണൽ പോപ്പുലാരിറ്റി ഇല്ലേ, അദ്ദേഹത്തിന് ഒരു ജനകീയത ഉണ്ട്, പക്ഷേ അത് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മെജോറിറ്റി മാർക്കായ 71ലേക്ക് എത്താൻ LDFന് കഴിയാതെ പോകുന്നത്. പക്ഷേ അവിടെ ഈ എറർ ഉള്ളത് കൊണ്ട്, +or-3 എന്നുള്ള കണക്കുള്ളത് കൊണ്ട് മെജോറിറ്റി മാർക്കായി 71ലേക്ക് UDFന് വരാൻ പറ്റുമെങ്കിലും
ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിന്റെ ഒരു അന്തരീക്ഷം കൂടി അതായത് ഭരണവിരുദ്ധ കേരളത്തിൽ വികാരം ഉണ്ടായിരുന്നു കേരളത്തിലുണ്ട്, പക്ഷേ പിണറായി വിരുദ്ധ വികാരമില്ല. എല്ലാവരും പറഞ്ഞതുപോലെ പിണറായി വിരുദ്ധ വികാരം കേരളത്തിൽ ഈ എക്സിറ്റ് പോൾ സർവേകളിൽ കാണിക്കുന്നില്ല. പക്ഷേ ഭരണവിരുദ്ധ വികാരമുള്ളത് കൊണ്ട് തന്നെ LDFന് കേരളത്തിൽ തുടർ ഭരണം നഷ്ടപ്പെടുമെന്നുള്ളത് തന്നെയാണ് ഈ കൃത്യമായി ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാണിക്കുന്നത്. അതാണ് ഈ 39.5-ലേക്ക് LDF താഴാനുള്ള സാഹചര്യവും പിണറായി വിജയന്റെ പോപ്പുലാരിറ്റി 31.8%-ലേക്ക് ഉയരുകയും ചെയ്യുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ പിണറായി വിരുദ്ധത എന്നുള്ളതല്ല, ഒരു പക്ഷേ ജനകീയ ഈ ഭരണവിരുദ്ധതയായിരിക്കും. വോട്ട് ഷെയറിലേക്ക് നമുക്ക് കൃത്യമായി തന്നെ 42.6% വോട്ട് ഷെയർ. LDFനാകട്ടെ 39.5%, NDAക്ക് 14.3%, അതേഴ്സിന് 3.6% വോട്ടാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഭാഗമായി ഈ ഫലം പുറത്തുവിടുന്നത് എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരത്തിലൂടെ LDFന് കേരളത്തിൽ ഭരണം നഷ്ടപ്പെടാം, UDF ഭരണത്തിലേക്ക് തിരിച്ചു വരാം. അത് വളരെ കൃത്യമായി തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാണിക്കുന്നു എന്നുള്ളത്. രഞ്ജിത്ത്, അതിനകത്ത് മറ്റൊരു കാര്യം കൂടി, ഞാനിത് തന്നെ പ്രധാനമായിട്ടും കാണുന്നത് മേഖല തിരിച്ചുള്ള ഫലങ്ങൾ കൂടി നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഈ മേഖല തിരിച്ച് നോക്കുകയാണെങ്കിൽ വടക്കൻ കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ 48 സീറ്റുകളിൽ അല്ലെ ആർക്കാണ് മേധാവിത്വം എന്നുള്ളതാണ്. വടക്കൻ കേരളത്തിലെ 48 സീറ്റുകളിൽ, അതായത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ വടക്കൻ കേരളത്തിൽ LDFന് കിട്ടാൻ പോകുന്നത് 16 മുതൽ 20 സീറ്റുകൾ വരെയാണ്. അതായത് പെർഫോമൻസ് മോശം എന്നുള്ളതാണ് LDFന് വടക്കൻ കേരളത്തിൽ. അതായത് UDFന് 28 മുതൽ 32 സീറ്റുകൾ വരെ, അതായത് ആകെയുള്ള 48 സീറ്റുകളിൽ വേണമെങ്കിൽ 32 സീറ്റുകൾ വരെ UDFന് കിട്ടാം. ഓർക്കണം, അതിൽ 16 സീറ്റുകൾ മലപ്പുറത്തുള്ളതാണ് അല്ലെ. മലപ്പുറത്ത് പരമാവധി സീറ്റുകൾ നേടുവാൻ UDFന് കഴിയും. 16 സീറ്റുകളും മലപ്പുറമാണ്. ഒരു സീറ്റ്, അതായത് ഈ കിട്ടാൻ പോകുന്ന 75 സീറ്റുകളിൽ UDFന് 28 മുതൽ 32 സീറ്റുകൾ വരെ കിട്ടാൻ പോകുന്നത് വടക്കൻ കേരളത്തിൽ നിന്നാണ്. LDFന് പക്ഷേ അവിടെ 16-20 അതായത് LDFന്റെ ശക്തി കേന്ദ്രങ്ങളായ വടക്കൻ കേരളത്തിലെ പല മേഖലകളിലും ഇത്തവണ അവർക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. 16 മുതൽ 20 വരെ സീറ്റുകൾ വടക്കൻ കേരളത്തിൽ UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. കൂടിയുണ്ട് അവിടെ. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ കൂടി വോട്ട് വൈബ് കൃത്യമായിട്ട് ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. അതായത് വടക്കൻ കേരളത്തിൽ UDFന് 45.1% വോട്ട് കിട്ടുമ്പോൾ LDFന് 39.1 എന്നുള്ള കാര്യമാണ് വടക്കൻ കേരളത്തിൽ ഉള്ളത്. അതിന്റെ മറ്റൊരു കാര്യം കൂടി നോക്കാം. മുസ്ലിം കമ്മ്യൂണിറ്റി, മുസ്ലിം സമുദായത്തിൽ UDFന് 54.2% വോട്ട് കിട്ടും എന്നുള്ളതാണ്. അതായത് മുസ്ലിം കൺസോൾട്ടേഷൻ, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ തുടങ്ങിയ മേഖലകളിൽ വളരെ കൃത്യമായ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ UDFന് അനുകൂലമായി സംഭവിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് വടക്കൻ കേരളത്തിൽ UDFന്, ലീഗിന്, കോൺഗ്രസിന് ഒരു മേധാവിത്വം ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. 54% മുസ്ലിങ്ങളും ഇത്തവണ UDFന് വോട്ട് ചെയ്തു. LDFന് വോട്ട് ചെയ്താകട്ടെ കേവലം 34.2% മുസ്ലിം സമുദായങ്ങൾ മാത്രമാണ്. NDAക്ക് 4.9% കിട്ടിയെന്നും അത്ഭുതമാണ്. മുസ്ലിം സമുദായത്തിൽ 4.9% വോട്ടുകൾ NDA കിട്ടി. മറ്റ് SDP പോലെയുള്ള കക്ഷികൾക്കാണ് ഈ 3. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.